പ്രതിസന്ധികളെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ അവസാനം നമുക്ക് അനുഗ്രഹത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. പ്രതിസന്ധികൾ വന്നു കഴിയുമ്പോൾ മനുഷ്യർ അതിനെ കൈകാര്യം ചെയ്യുന്നത് പല വിധത്തിലാണ്. ചിലർ ഈ പ്രതിസന്ധികളൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യും. അവരതിനെ പ്രാർത്ഥനയോടെ സമീപിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് അവസാനം നല്ലൊരു സമാധാനത്തിലേക്കും അനുഗ്രഹത്തിലേക്കും അതെത്തിച്ചേരുന്നു. ചിലർക്കിതിനെ ദൈവത്തോട് ചേർന്ന് നിന്ന് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് പിന്നെ വലിയ അസ്വസ്ഥതയിലേക്കും നിരാശയിലേക്കും തകരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. ചിലരിത് കേൾക്കുന്നവാടെ വലിയ അസ്വസ്ഥതയിലേക്ക് പോകും. എന്നിട്ട് അവസാനം സൂയിസൈഡ് അല്ലെങ്കിൽ ആത്മഹത്യാപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. എന്നാൽ ഒരു പ്രതിസന്ധിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം അതിൻ്റെ 26-ാം തിരുലിഖിതം മുതൽ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഒരാൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് മറ്റാരുമല്ല, പരിശുദ്ധാമ്മ. ഈ ആഗമന കാലത്തിൽ ഇതൊരു ധ്യാന ചിന്തയായിട്ട് എടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിന് ഇത് അനുഗ്രഹമായിട്ട് മാറും. കാരണം ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു മനുഷ്യരുമില്ല. പരിശുദ്ധാമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കാം. കർത്താവിൻ്റെ ദൂതൻ്റെ അരുളപ്പാട് പരിശുദ്ധാമ്മയ്ക്ക് വരുന്നത് പരിശുദ്ധാമ്മയുടെ കൗമാരപ്രായത്തിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി നല്ല വിവാഹ ആലോചനകളൊക്കെ വരുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് നല്ല സ്വപ്നങ്ങൾ കാണുന്ന കാലഘട്ടം, ഒത്തിരി സന്തോഷത്തിൽ ജീവിക്കുന്ന കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് സന്തോഷത്തിൻ്റെ ദൂതല്ല വരുന്നത്, വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ദൂതാണ്. പറയുകയാണ്, പുരുഷനെ അറിയുന്നതിന് മുമ്പേ നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാകും. ഇത് കേട്ടപാടെ അവൾ വളരെ അസ്വസ്ഥയായി എന്ന് വചനം പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ വലിയ ഒരു പ്രതിസന്ധിയുടെ അസ്വസ്ഥതയുടെ വചനം കേൾക്കുമ്പോൾ അവൾ കർത്താവിൽ നിന്ന് ഓടിപ്പോകുന്നില്ല. നമുക്കറിയാം, പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവിൻ്റെ അരുളപ്പാട് സ്വീകരിച്ച് അതിനെ സ്വീകരിക്കാതെ ഓടിപ്പോകുന്ന ആൾക്കാരുണ്ട്. യോനയുടെ പുസ്തകത്തിലേക്ക് നോക്കിക്കേ. കർത്താവിൻ്റെ അരുളപ്പാട് യോനായ്ക്ക് വന്നെങ്കിലും യോന അതിന് ചെവി കൊടുത്തില്ല, വേറൊരു ദിക്കിലേക്ക് പോവുകയാണ്. പക്ഷെ പരിശുദ്ധാമ്മ അങ്ങനെ ചെയ്തില്ല. ഈ വലിയ പ്രതിസന്ധിയുടെ പ്രശ്നങ്ങളുടെ ദൂത് വന്നു കഴിഞ്ഞപ്പോൾ കർത്താവിനോട് ചേർന്ന് ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചു. ഇവിടെ നമുക്ക് വലിയൊരു പാഠമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം, ഒരു പ്രതിസന്ധി, അത് കുടുംബത്തിലാകാം, വ്യക്തിപരമായ ജീവിതത്തിലാകാം, കൂട്ടുകാരുടെ ഇടയിലാകാം, അല്ലെങ്കിൽ സമൂഹ ജീവിതത്തിലായിരിക്കാം, സമർപ്പിത ജീവിതത്തിലായിരിക്കാം, പൗരോഹിത്യ ജീവിതത്തിലായിരിക്കാം. ഈ പ്രശ്നം, പ്രതിസന്ധി വന്നു കഴിയുമ്പോൾ, ഒരു വലിയ ക്രൈസിസ് വന്നു കഴിയുമ്പോൾ ഓടിപ്പോകരുത്. പ്രതിസന്ധിയിൽ നിന്ന് ഓടിപ്പോകരുത്, പ്രശ്നത്തിൽ നിന്ന് ഓടിപ്പോകരുത്. ആ കോണ്ടസ്റ്റ് അല്ലെങ്കിൽ ആ സാഹചര്യം, നമ്മൾ വിളിക്കപ്പെട്ട സ്ഥലം ഏതാണോ ആ സ്ഥലത്തിൽ നിന്ന് ഒരിക്കലും നമ്മൾ ഓടിപ്പോകരുത്, അകന്നു പോകരുത്. അവിടെ നിൽക്കുക. ദൈവം വിളിച്ച ആ സാഹചര്യത്തിൽ തന്നെ നിലനിന്നുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിന്ന് ചോദിക്കുക, പ്രാർത്ഥിക്കുക. ഇതെങ്ങനെ സംഭവിക്കും? ദൈവത്തോട് ചേർന്ന് നിന്ന് ആരായുക. അങ്ങനെ കർത്താവിനോട് ചേർന്ന് നിന്നൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു അടയാളം തരും. നമ്മുടെ പക്ഷത്താണോ ന്യായം, അങ്ങനെയാണ് നമുക്ക് അനുഗ്രഹമായ ഒരു അടയാളം തരും. ഇനി നമ്മുടെ പക്ഷത്ത് ന്യായമില്ല, നമ്മളൊരു തെറ്റിലാണെങ്കിൽ നമുക്ക് അനുദപിക്കാനും തിരിച്ച് അനുഗ്രഹത്തിലേക്കും വരാനുള്ള ഒരു സമയം കൂടിയാണത്. ഇനി നോക്കുക, കർത്താവിനോട് ചേർന്ന് നിന്നപ്പോൾ, ദൈവത്തോട് ചേർന്ന് നിന്ന് ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ അവൾക്ക് കർത്താവ് ഒരു അടയാളം കൊടുക്കുകയാണ്. ഒരു വലിയ ഒരു അടയാളമാണ്. നിൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിന് ഇത് 6-ാം മാസമാണ്. എന്നിട്ട് ദൂതൻ പറയുന്നു, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഈ വലിയ അടയാളം, ഈ അത്ഭുതം മറിയം കേട്ടെങ്കിലും മറിയത്തിൻ്റെ അസ്വസ്ഥത അവിടെ തീർന്നു, അത് വിട്ടുപോയി എന്ന് വചനം പറയുന്നില്ല. ഇനിയുള്ളതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം. എന്താണെന്നറിയാമോ? ഇവിടെ മറിയം പെട്ടെന്ന് തന്നെ എലിസബത്തിനെ കാണാനായിട്ട് യൂദയിലെ മലമ്പ്രദേശത്തുള്ള പട്ടണത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. മറിയത്തോട് ദൈവദൂതൻ പറയുന്നില്ല, നീ എലിസബത്തിനെ പോയി കാണണമെന്ന് പറയുന്നില്ല. മറിയത്തിൻ്റെ പ്രശ്നങ്ങൾ മറിയം ഒരാളോടും പോയിട്ട് പറയുന്നില്ല. കൂട്ടുകാരോട് പറയുന്നില്ല, കുടുംബക്കാരോട് പറയുന്നില്ല, ആത്മീയോപദേശകരോട് പറയുന്നില്ല, ആരോടും പറയുന്നില്ല. എല്ലാം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. തന്നെയല്ല, ദൈവത്തോട് ചേർന്ന് നിന്നിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. തന്നെ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റില്ല. എലിസബത്തിൻ്റെ അടുത്തേക്കുള്ള യാത്ര എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള യാത്രയല്ല. നസ്രത്തിൽ നിന്ന് യൂദയ മലമ്പ്രദേശത്തുള്ള പട്ടണത്തിലേക്ക് എത്തണമെങ്കിൽ ഏകദേശം ഒരു 150 കിലോമീറ്റർ മേലെയുണ്ട്. ഇവിടേക്കുള്ള യാത്ര ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമല്ല, ദുഷ്കരമാണ്.
അതുകൊണ്ട് തന്നെ പറയപ്പെടുന്നത്, ചരിത്രകാരന്മാർ പറയുന്നത്, ഏതാണ്ട് ഒരു 3-4 ദിവസത്തെ യാത്രയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ഒരു അടയാളം കാണാനായിട്ട് അവൾക്ക് ഏതാണ്ട് ഒരു 3-4 ദിവസത്തെ യാത്രയുണ്ട്. അത്രയും താമസമുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ അടയാളത്തോട്, ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണ്. അവൾ വഴിതെറ്റിപ്പോകുന്നില്ല, വഴിമാറിപ്പോകുന്നില്ല, വിപരീത ചിന്തകൾ വരുന്നില്ല, എതിർ ചിന്തകൾ വരുന്നില്ല. ദൈവത്തിൻ്റെ അടയാളത്തിന് വേണ്ടിയിട്ട് ഒരു ഓട്ടം. പ്രിയപ്പെട്ടവർ, നമ്മളൊന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ, ഒരു പ്രതിസന്ധി വന്നു കഴിയുമ്പോൾ ഒരു ഇച്ചിരി വെയിറ്റ് ചെയ്യണം. ഇച്ചിരി ദിവസങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോകട്ടെ. പ്രാർത്ഥനയോടെ ഇച്ചിരി ദിവസങ്ങൾ അങ്ങോട്ട് തള്ളി നിൽക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു അടയാളം ദൈവം നമുക്ക് തരാതിരിക്കില്ല. ഇനി എലിസബത്തിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ കൃത്യമായ അടയാളം പരിശുദ്ധാമ്മയ്ക്ക് കിട്ടി. വളരെ കൃത്യമായ അടയാളം, 100%. എന്താണ് ദൈവദൂതൻ പരിശുദ്ധാമ്മയോട് പറഞ്ഞ്? ആ അടയാളം എലിസബത്തിനെ കണ്ടപ്പോൾ പരിശുദ്ധാമ്മയ്ക്ക് ലഭിച്ചു. ഇവിടെ പരിശുദ്ധാമ്മയെ കണ്ടപാട് എലിസബത്തിൻ്റെ ഉദരത്തിലെ കുഞ്ഞ് കുതിച്ചു ചാടി എന്ന് പറയുന്നു. അതെ, ഇതാണ് ദൂതൻ പറഞ്ഞത്. വന്ധ്യ എലിസബത്തിന് ഇത് 6-ാം മാസമാണ്. ചെന്നപാടെ അവിടെ അവരെന്തെങ്കിലും കുശല സംഭാഷണമൊന്നുമല്ല ചെയ്യുന്നത്, സുഖമാണെന്നല്ല ചോദിക്കുന്നത്. മറ്റേതെങ്കിലും വിധത്തിലുള്ള ഭൗതിക കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭാഷണങ്ങളോ ഒന്നുമല്ല. ചെന്നപാടെ അടയാളം കർത്താവ് വ്യക്തമാക്കി കൊടുക്കുകയാണ്. ഇതാണ് കർത്താവിൻ്റെ ഒരു വലിയ ശക്തി എന്ന് പറയുന്നത്. ശിശു ഉദരത്തിൽ കുതിച്ചു ചാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം മറിയം എലിസബത്തിനെ കാണുമ്പോൾ മറ്റൊരു സംഭാഷണത്തിലേക്കോ മറ്റൊരു മേഖലകളിലേക്കോ അല്ല ആദ്യം മറിയം നയിക്കപ്പെടുന്നത്. കർത്താവിൻ്റെ പ്രവചനം സത്യമാണ്, അത് തിരിച്ചറിയുക, ആ സത്യത്തെ ആണ് ആദ്യം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. സോ ദൈവം പറഞ്ഞ അടയാളം എലിസബത്തിനെ കണ്ടപാട് കർത്താവ് കൊടുക്കുകയാണ്. ഇനി രണ്ടാമത് വേറൊരു അടയാളം കൂടെ അവിടെ നൽകപ്പെടുന്നുണ്ട് എലിസബത്തിനെ കണ്ടുമുട്ടുമ്പോൾ. എന്താണെന്നറിയാമോ? എലിസബത്ത് പറയുന്നുണ്ട്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള യോഗ്യത എനിക്ക് എവിടെ നിന്ന് എന്ന് എലിസബത്ത് പരിശുദ്ധമ്മയോട് ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഇത്രേ ഉള്ളൂ. നേരത്തെ ദൈവദൂതൻ പരിശുദ്ധ അമ്മയോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ്? പുരുഷനെ അറിയുന്നതിന് മുമ്പേ നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാകും. ഈ ഒരു വചനം കേട്ടിട്ടാണല്ലോ അവൾക്ക് അസ്വസ്ഥത ഉണ്ടായിരുന്നത്. അങ്ങനെയെങ്കിൽ എലിസബത്തിനെ കണ്ടുമുട്ടിയപ്പോൾ എലിസബത്ത് ആദ്യം പറയുന്നത് ഈ കാര്യമാണ്. നീ ദൈവത്തിൻ്റെ അമ്മയാണ്, കർത്താവിൻ്റെ അമ്മയാകാൻ പോകുന്നവളാണ് എന്നതിനെക്കുറിച്ചാണ് എലിസബത്ത് സംസാരിക്കുന്നത്. ഒന്ന്, മറിയത്തിൻ്റെ കാര്യത്തിലുള്ള സംശയം മാറി, മറിയത്തിൻ്റെ അസ്വസ്ഥയും മാറി. കാരണം എലിസബത്തിലൂടെ ഇത് പറയുമ്പോൾ മറിയത്തിനും വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. 2 അടയാളങ്ങൾ സ്ഥിരീകരിച്ച് പ്രതിസന്ധിയിൽ കർത്താവ് പരിശുദ്ധ അമ്മയ്ക്ക് ബലം നൽകിയാണ്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം അവസാനം 1:46 മറിയത്തിൻ്റെ സ്തോത്രഗീതം കാണാനായിട്ട് പറ്റുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു പ്രതിസന്ധിയെ ദൈവത്തോട് ചേർന്ന് നിന്ന് നന്നായിട്ട് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. ഇങ്ങനെ ചേർന്ന് നിന്ന് അവൾക്ക് കർത്താവ് ഒരു അടയാളം കൊടുത്തു. ഈ അടയാളം കാണാനായിട്ട് അവൾ യാത്ര ചെയ്തു. 3-4 ദിവസം ഒരു കാത്തിരിപ്പ്. അടയാളം അച്ചിട്ടായിട്ട് ദൈവം കാണിച്ചു കൊടുത്തു. അത് അച്ചിട്ടായിട്ട് സത്യമാണെന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മറിയം സന്തോഷത്തിൻ്റെ സ്തോത്രഗീതം ആലപിച്ചു. ഇങ്ങനെ ദൈവത്തോട് ചേർന്ന് നിന്നാൽ തീർച്ചയായിട്ടും അവസാനം ഒരു സ്തോത്രഗീതം പാടാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു പരിഹാരം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുതരും. ഇങ്ങനെ പ്രതിസന്ധിയെ നേരിടാൻ നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ടുള്ള ഒരു ആശീർവാദം നമുക്ക് സ്വീകരിക്കാം.